മണലാരണ്യത്തിലെ ചുട്ടുപൊള്ളുന്ന ചൂടിൽ ശീലിച്ച പ്രവാസികളെ അമ്പരപ്പിച്ചുകൊണ്ടാണ് UAE ഇപ്പോൾ അതിശൈത്യം തുടരുന്നത്. തണുപ്പ് 0 ഡിഗ്രിയിലേക്ക് താഴുന്നത് വെറുമൊരു കാലാവസ്ഥാ മാറ്റമല്ല, മറിച്ച് ആഗോളതലത്തിൽ പ്രകൃതിയിലുണ്ടാകുന്ന വലിയ മാറ്റങ്ങളുടെ പ്രതിഫലനമാണ്. പസഫിക് സമുദ്രത്തിലെ താപനിലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും ലാനിന പ്രതിഭാസവുമാണ് ഈ തണുപ്പിന് പിന്നിലെ പ്രധാന കാരണങ്ങൾ. മുൻകാലങ്ങളിൽ അപൂർവമായി മാത്രം കണ്ടിരുന്ന ഈ പ്രതിഭാസം ഇപ്പോൾ ഇടയ്ക്കിടെ സംഭവിക്കുന്നത് പ്രവാസികൾക്കിടയിൽ ആശങ്കയും കൗതുകവും ഒരുപോലെ ഉണ്ടാക്കുകയാണ്. രാജ്യത്തെ ജനജീവിതത്തെയും ആരോഗ്യത്തെയും ഒരുപോലെ ബാധിക്കുന്ന ഈ കാലാവസ്ഥാ മാറ്റത്തെക്കുറിച്ച് പ്രവാസികൾ അറിഞ്ഞിരിക്കണം, ഒപ്പം മുൻകരുതലുകളും സ്വീകരിക്കണം. UAEയിലെ പ്രവാസികൾക്കിടയിലെ പ്രധാന ചർച്ചാ വിഷയം ഇപ്പോൾ ഈ കാലാവസ്ഥാ മാറ്റം തന്നെയാണ്. അതായത് ഈ അനുഭവപ്പെടുന്ന അസാധാരണ തണുപ്പാണെന്ന് ചുരുക്കം. മരുഭൂമിയിലെ ചൂടിൽ ശീലിച്ച പ്രവാസികൾക്ക് താപനില 0 ഡിഗ്രിയിലേക്ക് താഴുന്നത് അത്ഭുതവും ഒപ്പം ആശങ്കയുമാണ് ഉണ്ടാക്കുന്നത്. UAEയിലെ ഈ തണുപ്പ് വെറുമൊരു പ്രാദേശിക സംഭവമല്ല, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമാണിത്. പ്രധാനമായും ലാനിന എന്ന പ്രതിഭാസമാണ് ഇതിന് പിന്നിൽ. കൂടാതെ പസഫിക് സമുദ്രത്തിലെ ജലം സാധാരണയേക്കാൾ തണുക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. ഒപ്പം UAEയിൽ ഇപ്പോൾ വീശുന്ന ശക്തമായ വടക്ക് പടിഞ്ഞാറൻ ഷമാൽ കാറ്റ് തണുപ്പ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ജബൽ ജയ്സിൽ താപനില 0.2 ഡിഗ്രി സെൽഷ്യസായി കുറഞ്ഞത് ഇതിന്റെ ഭാഗമായിട്ടാണ്. കൂടാതെ അൽ ഐനിലെ രത്ന പോലുള്ള പ്രദേശങ്ങളിൽ 4 ഡിഗ്രി വരെയാണ് കുറഞ്ഞ താപനില. മുൻപും UAEയിൽ തണുപ്പുണ്ടായിട്ടുണ്ടെങ്കിലും കാലാവസ്ഥാ വ്യതിയാനം കാരണം ഇത്തരം മാറ്റങ്ങൾ ഇപ്പോൾ ഇടയ്ക്കിടെ സംഭവിക്കുകയാണ്. പണ്ട് 5 മുതൽ 7 വർഷങ്ങൾ കൂടുമ്പോൾ ഉണ്ടായിരുന്ന മാറ്റങ്ങൾ ഇപ്പോൾ 2 മുതൽ 3 വർഷങ്ങൾക്കുള്ളിൽ ഉണ്ടാവുകയാണ്. ഒരു ഷോർട്ട് വേവ് അഥവാ ഹ്രസ്വകാല തരംഗമാണെന്നും വരും ദിവസങ്ങളിൽ താപനിലയിൽ നേരിയ വർധനം ഉണ്ടാകുമെന്നുമാണ് അധികൃതർ പറയുന്നത്. അതേസമയം തണുപ്പ് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പ്രവാസികൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ക്യാമ്പിംഗ്, വസ്ത്രധാരണ രീതികൾ, ആരോഗ്യകാര്യങ്ങൾ എന്നിവ നിർബന്ധമായും പാലിക്കണം. ഇത് സംബന്ധിച്ച കാലാവസ്ഥാ വകുപ്പും ആരോഗ്യ വകുപ്പും മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പുലർച്ചെയും രാത്രിയും പുറത്തിറങ്ങുന്നവർ മതിയായ തണുപ്പിനെ പ്രതിരോധിക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രദ്ധിക്കണം. ലെയറുകളായി വസ്ത്രം ധരിക്കുന്നത് താപനില ക്രമീകരിക്കാൻ സഹായിക്കും. വാരാന്ത്യങ്ങളിൽ മരുഭൂമിയിലോ മലനിരകളിലോ ക്യാമ്പിങ്ങിന് പോകുന്നവർ രാത്രിയിലെ താപനില മുൻകൂട്ടി അറിഞ്ഞു വെക്കുകയും അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുകയും വേണം. ജബൽ ജയ്സ്, ഹത്ത തുടങ്ങിയ ഇടങ്ങളിൽ നഗരത്തേക്കാൾ തണുപ്പ് കൂടുതലായിരിക്കുമെന്നാണ് നിലവിലെ റിപ്പോർട്ടുകൾ. പെട്ടെന്നുള്ള ഈ തണുത്ത കാലാവസ്ഥാ മാറ്റം കാരണം കുട്ടികളിലും മുതിർന്നവരിലും ജലദോഷം, പനി എന്നിവയ്ക്ക് ഉണ്ടാകും. പെട്ടെന്നുള്ള ഈ കാലാവസ്ഥാ മാറ്റം കാരണം കുട്ടികളിലും മുതിർന്നവരിലും ജലദോഷം, പനി തുടങ്ങിയ പകർച്ചവ്യാധികളൊക്കെ ഉണ്ടാകും. അതിനാൽ ധാരാളം വെള്ളം കുടിക്കുകയും പോഷകാഹാരം കഴിക്കുകയും വേണം. വൈദ്യസഹായം തേടാൻ മടിക്കരുത്. പുറത്തിറങ്ങുമ്പോൾ മാസ്ക് നിർബന്ധമായും ധരിക്കണം. ആരോഗ്യകരമായ ഭക്ഷണം സ്വീകരിക്കണം, എങ്കിലേ പ്രതിരോധ ശേഷി ഉണ്ടാവുകയുള്ളൂ. ജനുവരി 25ഓടെ വടക്കൻ കിഴക്കൻ പ്രദേശങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് പ്രവചിക്കുന്നുണ്ട് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഇത് കടുത്ത തണുപ്പിൽ നിന്ന് പ്രവാസികൾക്ക് ചെറിയ ആശ്വാസം നൽകും. എങ്കിലും ചില ദിവസങ്ങളിൽ രാത്രികാലങ്ങളിൽ തണുപ്പ് തുടരാൻ തന്നെയാണ് സാധ്യത പറയുന്നത്. അതിരാവിലെ അനുഭവപ്പെടുന്ന കനത്ത മൂടൽമഞ്ഞ് കാരണം കാഴ്ചപരിധി കുറയും. അതിനാൽ വാഹനം ഓടിക്കുന്നവർ വേഗത കുറയ്ക്കുകയും നിശ്ചിത അകലം പാലിക്കുകയും വേണം. UAEയിലെ നിലവിലെ തണുപ്പ് വരും ദിവസങ്ങളിൽ നേരിയ മഴയോടെ കുറയുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ട്. എങ്കിലും ജനുവരി അവസാനം വരെ രാത്രികാലങ്ങളിൽ തണുപ്പ് തുടരാൻ തന്നെയാണ് സാധ്യത പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് ജാഗ്രത കൈവെടിയരുത്. ശരിയായ വസ്ത്രധാരണത്തിലൂടെയും ആരോഗ്യകരമായ ഭക്ഷണ രീതിയിലൂടെയും ഈ കാലാവസ്ഥാ മാറ്റത്തെ പ്രവാസികൾ പ്രതിരോധിക്കണം. പ്രകൃതിയിലുണ്ടാകുന്ന ഇത്തരം മാറ്റങ്ങൾ കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ച് ഗൗരവമായ ചിന്തകൾക്ക് വഴിവെക്കുന്നതാണ്. അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ച് സുരക്ഷിതരായിരിക്കുക. ഈ തണുപ്പ് കാലം ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാതെ ആസ്വദിക്കാൻ ഓരോ പ്രവാസിയും സ്വയം സജ്ജരാകേണ്ടതുണ്ട്. അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായും പാലിക്കുക. കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക. പകർച്ചവ്യാധികളെ പ്രതിരോധിക്കുക.